മാവേലിക്കരയിൽ തെരുവുനായ്ക്കളുടെ ഉപദ്രവം വർദ്ധിക്കുന്നതിനാൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിക്കണമെന്ന താലൂക്ക് വികസന സമിതിയുടെ തീരുമാനം അട്ടിമറിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് കളക്ടർക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടതായി താലൂക്ക് വികസന സമിതി അംഗവും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ അനി വർഗീസ് പറഞ്ഞു. താലൂക്ക് വികസന സമിതി അംഗമല്ലാത്ത ഒരാൾ യോഗത്തിൽ അധ്യക്ഷത വഹിക്കാനുണ്ടായ സാഹചര്യം വ്യക്തമാക്കണമെന്നും അനി വർഗീസ് കളക്ടർക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. തെരുവുനായ്ക്കളുടെ ഉപദ്രവം വർദ്ധിക്കുന്നതിനാൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിക്കണമെന്ന താലൂക്ക് വികസന സമിതിയുടെ തീരുമാനം അട്ടിമറിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് കളക്ടർക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടതായി താലൂക്ക് വികസന സമിതി അംഗവും മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ അനി വർഗീസ് പറഞ്ഞു. 3 വയസ്സുള്ള കുഞ്ഞിനെ ഉൾപ്പെടെ 70ഓളം ആളുകളെ ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ വിഷബാധയേറ്റ ഒരു നായ് കടിച്ച് ഏതാണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മുൻകരുതലുകൾ എടുക്കേണ്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാത്തത് വളരെയേറെ സങ്കടകരമായ ദുഃഖകരമായ ഒരു കാര്യമാണ്. മാവേലിക്കര പോലൊരു സ്ഥലത്ത് അത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഒരു തെരുവ് നായ് അത് ഈ 24 മണിക്കൂറിനുള്ളിൽ ഓടാവുന്നത്രയും ഓടി കാണുന്നവരെ എല്ലാം കടിക്കുക. നമുക്ക് ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരിതാണ് ഒരു നായ 70 പേരെ കടിക്കുക എന്നുള്ളത്. എന്നിട്ടും അതിനെ കൊല്ലുവാനോ അല്ലെങ്കിൽ ജനങ്ങളെ അതിൻ്റെ കടിയേൽക്കാതെ സംരക്ഷിക്കാനോ ഒക്കെയുള്ള നടപടികൾ എടുക്കേണ്ടവർ അതൊന്നും ചെയ്തില്ല. ഇവിടെ ആകെ ചെയ്തത് നഗരസഭ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നായയെ പിടിക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയത് മാത്രമാണ്. അപ്പം അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ മാവേലിക്കരയും പരിസര പ്രദേശത്തെ പഞ്ചായത്തുകൾ ഒക്കെ വളരെ അലർട്ടായിക്കൊണ്ട് തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ പൂർത്തീകരിക്കുകയും അതോടൊപ്പം വളർത്തു നായ്ക്കളെ നമുക്കറിയില്ലല്ലോ, ഇപ്പം ഇത് കടിക്കണമെന്നില്ല. ചിലപ്പം അത് ആ പേവിഷബാധയേറ്റ നായ അത് നക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത് ആന്തിയിട്ടുണ്ടാകാം. ഇങ്ങനെയൊക്കെയുള്ള വളർത്തു നായ്ക്കൾക്ക് 10-15 ദിവസത്തിനുള്ളിൽ പിടിപെടുവാൻ സാധ്യതയുണ്ട്. അപ്പം വിഷബാധ ഏറ്റുകഴിഞ്ഞാൽ വളരെ ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് മാവേലിക്കര മാറും. ഇവിടെ ഒരു 2.5 വർഷം 3 വർഷം മുമ്പ് മാവേലിക്കരയിൽ ഡോഗ് ഷെൽട്ടർ ആരംഭിക്കും എന്ന് പറഞ്ഞു. അത് പ്രഖ്യാപനം മാത്രം. വലിയ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്തയായിരുന്നു ഇവിടെ ഡോഗ് ഷെൽട്ടർ സ്ഥാപിക്കുമെന്നുള്ളത്. പക്ഷെ അതിന് മുൻകൈ എടുക്കേണ്ടവർ ഇതുവരെ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ട് വലിയ പ്രതിഷേധാർഹമാണ്. തെരുവ് നായ്ക്കളെ സംരക്ഷിക്കണം എന്ന വാദം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ തെരുവ് നായ്ക്കളെ ജനങ്ങൾക്ക് ഭീഷണിയാകാത്ത തരത്തിൽ അവർക്ക് ഷെൽട്ടർ സ്ഥാപിച്ച് അവരെ മാറ്റണം. അതേപോലെ തന്നെ മാവേലിക്കരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ABC പ്രോഗ്രാം നടപ്പാക്കുന്നതിന് അടിയന്തരമായ നടപടി ഉണ്ടാകണം. 70-ലധികം പേരെ കടിച്ച നായയെ കണ്ടെത്തുവാൻ കഴിയാതെ വരികയും ABC പദ്ധതി നടപ്പാക്കുവാൻ കാലതാമസം നേരിടുന്നുവെന്നും ഇതിന് അടിയന്തരമായി പരിഹാരമുണ്ടാക്കുവാൻ താലൂക്കിലെ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചുകൂട്ടണമെന്നും താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. തീരുമാനമാകാതെ യോഗം പിരിച്ചുവിട്ടപ്പോൾ കോൺഗ്രസ് സംഘം അനി വർഗീസും മുസ്ലിം ലീഗ് പ്രതിനിധി S അൻസാരിയും എന്ന് യോഗം കൂടുമെന്ന് പ്രഖ്യാപിക്കാതെ പിരിയാൻ പറ്റുകയില്ലെന്ന് ആവശ്യപ്പെടുകയും തുടർന്ന് തഹസിൽദാർ MLAയും കളക്ടറെയും ഫോണിൽ വിളിച്ച് സംസാരിച്ച് തിങ്കളാഴ്ച യോഗം ചേരുമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് താലൂക്ക് വികസന സമിതി അവസാനിച്ചത്. എന്നാൽ തിങ്കളാഴ്ച യോഗം ചേരുന്നതിനാവശ്യമായ ക്രമീകരണം നടത്തിയില്ല. ഇതിനെതിരെ അന്വേഷണം നടത്തണമെന്നും താലൂക്ക് വികസന സമിതി അംഗമല്ലാത്ത ആൾ യോഗത്തിൽ അധ്യക്ഷത വഹിക്കാനുണ്ടായ സാഹചര്യം വ്യക്തമാക്കണമെന്നും അനി വർഗീസ് കളക്ടർക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. CDNet ന്യൂസ് മാവേലിക്കര.